ഇന്ന് നമുക്കേ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന കാടമുട്ട റോസ്റ്റില്ലേ, അത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ. ഇതിൽ ആ കൂടെ ഒരു മെനക്കെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള കുറച്ചധികം അരിയണം, അത് കുറേ നേരം ഇരുന്ന് വാട്ടുകയും വേണം. അത് രണ്ടും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ടാ. ഇത് നമുക്ക് കാടമുട്ട വെച്ചോ കോഴിമുട്ട വെച്ചോ താറാമുട്ട വെച്ചോ നമുക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് ഉണ്ടാക്കാം ഈ റോസ്റ്റ്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ചില പൊടിക്കൈകൾ ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും വയ്ക്കാം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവർ വെളിച്ചെണ്ണയിലേക്ക് നന്നായി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളതിൽ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞതും ഒരു 5-6 അല്ലി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അധികം ഇട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എരിവ് നോക്കിയിട്ട് നമ്മൾ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നീളത്തിൽ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം ഇട്ട് അത് കരിയിക്കരുത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമില്ലേ, അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക ചെയ്യണം. ഇനി പെരുംജീരകം കടിക്കണത് ഇഷ്ടമല്ലെങ്കിൽ അത് പൊടികൾ ചേർക്കണ കൂട്ടത്തിൽ നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെരുംജീരകം അങ്ങനെ തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 5 സവാള, മീഡിയം വലിപ്പമുള്ള സവാളയാണ്, നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നന്നായിട്ട് തന്നെ വഴറ്റണം. അത് കുറച്ച് ടൈം എടുക്കണ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും ഇളക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറ് മാറണ വരെ നമ്മളതൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനി നല്ല വലിപ്പമുള്ള സവാള ആണെങ്കിൽ ഒരു 3 സവാള മതിയാവും കേട്ടോ. എനിക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ആയതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത്. നമുക്ക് സവാള എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ കറിക്ക്. ഹോട്ടലുകാരൊക്കെ ഈ സമയത്ത് ഇത്തിരി പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് സവാളയുടെ കളറൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കണില്ല, ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് മധുരം വരും കേട്ടോ, കാരണം നമ്മൾ ഇത്ര അധികം സവാള ചേർക്കണ്ടല്ലോ. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സവാള ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് നമ്മൾ ചേർക്കണം. ഒക്കെ കുറേശ്ശെയാണ് പൊടികൾ ചേർക്കണുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാലയൊക്കെ വളരെ കുറച്ച് മതി. പിന്നെ ലാസ്റ്റ് നമ്മളൊന്ന് ഒരു സ്വല്പം കൂടെ അത് കറി റെഡി ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്താണ് കേട്ടോ, അതാണ് ഇത്ര കളറ് തോന്നിക്കണം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പെരുംജീരകത്തിൻ്റെ പൊടി ഈ സമയത്ത് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഓൾറെഡി പെരുംജീരകം അങ്ങനെ തന്നെ ഇട്ട് ചേർത്ത കാരണം പൊടി ചേർക്കണില്ല കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി, അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തക്കാളി ചേർക്കണത് ഓപ്ഷണലാണ്, കാരണം ഞാൻ തക്കാളി ചേർക്കാതെയാണ് ഉണ്ടാക്കാറ്. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയത്. ഇത് പല വീഡിയോസിലും തക്കാളി ചേർക്കണത് കണ്ടിട്ട് ഞാൻ ഒന്ന് ചേർത്ത് നോക്കിയതാണ്, പക്ഷെ അത് ചേർക്കാതെ ഉണ്ടാക്കിയതാണ് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാകുമ്പോൾ ചെറിയൊരു പുളിപ്പും കൂടെ വരും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കാടമുട്ട റോസ്റ്റ് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് തക്കാളി ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ച് നന്നായി അത് ഉടഞ്ഞ് വരണ വരെ വേവിച്ചെടുക്കണം. അത് നന്നായി ഉടഞ്ഞ് വെന്ത് സവാളയായിട്ട് നന്നായി അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവിയുടെ തിക്നെസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊരു സെമി ഗ്രേവി ടൈപ്പായിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഈ ഒരു പരുവം മതിയായിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടി കുറച്ചും കൂടെ വെള്ളം ചേർത്തുണ്ട്.
അപ്പോൾ എന്നിട്ട് നമ്മളതിലേക്ക് പുഴുങ്ങിയ കാടമുട്ട ഏകദേശം ഒരു 10-12 കാടമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ 5 പേർക്ക് ഓരോ മുട്ട വെച്ചെടുത്താൽ മതി. ഇത് കാടമുട്ട ആയതുകൊണ്ട് മാത്രമാട്ടോ ഞാൻ ഇത്ര അധികം എടുത്താണ്. അപ്പോൾ കാടമുട്ടയും ചേർത്തിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പെരുംജീരകപ്പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ പൊടികൾ മുമ്പ് ചേർത്തപ്പോൾ ചേർക്കാം. ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം നമ്മുടെ കാടമുട്ടയിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെറും 2 മിനിറ്റ് മാത്രം മൂടി വെച്ചൊന്ന് തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാടമുട്ടയൊക്കെ ആ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മീതെ ഒന്ന് വിതറി കൊടുക്കുക. കറിവേപ്പില കുറച്ചധികം ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ കാടമുട്ട റോസ്റ്റ് പെട്ടെന്ന് തയ്യാറായില്ലേ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര ഗ്രേവിയുടെ ആവശ്യമില്ല, ഒരു സെമി ഗ്രേവി ആയിട്ട് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അതുപോലെ തക്കാളി ഞാൻ പറഞ്ഞില്ല, അത് ചേർക്കാതിരിക്കുന്നതാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ഞാനിവിടെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇടിയപ്പം പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കറി, അതായത് നമ്മുടെ കാടമുട്ട റോസ്റ്റ്, അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാലോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്